അമേരിക്കയുടെ വടക്ക് കിഴക്കൻ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ശാന്തമായ രാജ്യം സുരിനാം. വനങ്ങളുടെ നാട് എന്ന പേരിലും അറിയപ്പെടുന്ന ഈ രാജ്യം അക്ഷരാർത്ഥത്തിൽ ഒരു കാട് തന്നെയാണ്. സുരിനാമിന്റെ മുഴുവൻ ഭൂപ്രദേശത്തിന്റെയും 93% ഇടതൂർന്ന മഴക്കാടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇത് ഭൂമിയിലെ ഏറ്റവും വനപ്രദേശമുള്ള രാജ്യമായി സുരിനാമിനെ മാറ്റുന്നു. ഈ വനങ്ങൾ വെറും മരക്കൂട്ടങ്ങളല്ല, അവ വിശാലമായ ആമസോൺ ബയോമിൽ ഉൾപ്പെടുന്ന ഒരു മഴക്കാട് തന്നെയാണ്. സുരിനാമിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉയർന്നു നിൽക്കുന്ന ഉഷ്ണമേഖലാ മരങ്ങൾ, ഭീമാകാരമായ പന്നൽ ചെടികൾ, മേഘങ്ങളാൽ പൊതിഞ്ഞ മരങ്ങളുടെ ഇലകളും കൊമ്പുകളും ചേർന്ന ഇടതൂർന്ന മേലാപ്പ് പാളികൾ, മരുഭൂമിയിലൂടെ റിബണുകൾ പോലെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന നദികളുടെ ഒരു ലോകത്താണ് നമ്മൾ എത്തുക. അപൂർവമായ ഓർക്കിഡുകൾ, ഭീമൻ നീർനായകൾ, ഹാർപ്പി കഴുകന്മാർ, പ്യൂമകൾ, അനക്കോണ്ടകൾ, ശാസ്ത്രത്തിന് ഇപ്പോഴും അജ്ഞാതമായ പ്രാണികൾ എന്നിങ്ങനെ എണ്ണമറ്റ ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശം. ഇതിൽ ഭൂരിഭാഗവും പര്യവേക്ഷണം ചെയ്യപ്പെടാതെ ഇന്നും ഇവിടെ തുടർന്നു പോരുന്നു. ഉൾഭാഗം ഇപ്പോഴും ശുദ്ധമായ മരുഭൂമിയായി നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് സുരിനാം. സുരിനാമിനെ ഇത്രയും നിബിഡ വനങ്ങളാൽ നിറഞ്ഞതാക്കുന്നത് ഭൂമിശാസ്ത്രം മാത്രമല്ല, അതിന്റെ ജനസംഖ്യാ വിതരണം കൂടിയാണ്. തലസ്ഥാന നഗരമായ പരമാരിബോ തിരക്കേറിയ ഒരു നഗര കേന്ദ്രമായി സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ അറ്റ്ലാന്റിക് തീരപ്രദേശത്താണ് മിക്കവാറും എല്ലാ സുരിനാമീസ് ജനങ്ങളും താമസിക്കുന്നത്. തെക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന നിമിഷം തൊട്ട് ജനവാസ കേന്ദ്രങ്ങൾ അപ്രത്യക്ഷമായി തുടങ്ങും. റോഡുകൾ ഇടുങ്ങിയതാവുകയും പ്രകൃതി പൂർണ്ണമായും ഭൂമിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായാണ് ഭൂമിയിലെ ഏറ്റവും കുറഞ്ഞ വനനശീകരണ നിരക്കുള്ള രാജ്യങ്ങളിൽ ഒന്നായി സുരിനാം മാറിയത്. വിശാലമായ മഴക്കാടുകൾ അതിമനോഹരമായ നനവുള്ള അവസ്ഥയിലാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി സുരിനാമിന്റെ സ്വത്വത്തെ രൂപപ്പെടുത്തിയത് ഈ ആഴമേറിയതും തടസ്സമില്ലാത്തതുമായ മരുഭൂമിയാണ്. ട്രിയോ, വയാന, അരവാക്, കരീബ് ജനത എന്നിവ ഉൾപ്പെടെ രാജ്യത്തെ തദ്ദേശീയ സമൂഹങ്ങൾ നൂറ്റാണ്ടുകളായി ഈ വനങ്ങളിൽ താമസിച്ചു വരുന്നുണ്ട്. അവരുടെ പാരമ്പര്യങ്ങൾ, ഭാഷകൾ, കരകൗശല വൈദഗ്ധ്യം, ആത്മീയതയിലൂടെയുള്ള ലോകവീക്ഷണങ്ങൾ എന്നിവ മഴക്കാടുകളുടെ നനവിൽ വേരൂന്നിയവയാണ്. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന പാരിസ്ഥിതിക അറിവ് ഇന്നും ഇവിടുത്തെ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കുന്ന സുസ്ഥിരമായ വേട്ടയാടൽ, കൃഷി, വനപരിപാലന രീതികൾ എന്നിവയെ നയിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള സുരിനാമിന്റെ പ്രതിബദ്ധത സാംസ്കാരികം മാത്രമല്ല, രാഷ്ട്രീയപരം കൂടിയാണ്. സമീപ വർഷങ്ങളിൽ സംരക്ഷണത്തിൽ ആഗോളതലത്തിൽ സുരിനാം ഒന്നാമനായി സ്വയം സ്ഥാനം പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല, അഭിമാനത്തോടെ കാർബൺ നെഗറ്റീവ് പദവി നിലനിർത്തുകയും ചെയ്യുന്നു. ഇതിനർത്ഥം രാജ്യം പുറത്തുവിടുന്നതിനേക്കാൾ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുന്നു എന്നാണ്. പ്രധാനമായും ഇവിടുത്തെ വലിയ വനമേഖലയും താരതമ്യേന ഹരിതഗൃഹവാതങ്ങളുടെ ചെറിയ അളവുമാണ് കാരണം. കാലാവസ്ഥാ ചർച്ചകളിലും ആഗോള പരിസ്ഥിതി ഫോറങ്ങളിലും ഒരു വനം എങ്ങനെയായിരിക്കാമെന്ന് സുരിനാം നമ്മെ കാണിച്ചു തരുന്നു. ഭയാനകമായ തോതിൽ മഴക്കാടുകൾ അപ്രത്യക്ഷമാകുന്ന ഈ ലോകത്ത് സുരിനാം ഒരു അപൂർവ വിജയഗാഥയായി വേറിട്ടു നിൽക്കുകയാണ്. വനം വെറും കാഴ്ചയല്ല, മറിച്ച് സ്വത്വം, പൈതൃകം, സമ്പദ് വ്യവസ്ഥ, ഭാവി എന്നിവയാകുന്ന ഒരു സ്ഥലം കൂടിയാണെന്ന് പറയുകയാണ് സുരിനാം.